നമസ്കാരം. സ്വന്തം തന്തയുടെ കരണം തല്ലിപ്പൊളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ചില രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് കൂട്ടിക്കൊടുപ്പും നടത്തിയിരുന്ന ചില സദാചാര പ്രേമികൾ, തനിക്ക് 5000-ത്തിലധികം പ്രേമമുണ്ട് എന്ന് പറഞ്ഞ ചില രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചാണ് ഇത്തരം ചില വാക്കുകൾ. ഇതെന്റെ വാക്കുകളല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വാക്കുകളാണ്. KB ഗണേഷ് കുമാർ എന്ന മുൻ മന്ത്രി സുകുമാരൻ നായർക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങൾക്ക് മാധ്യമങ്ങളോട് മറുപടി പറയുമ്പോഴാണ് സുകുമാരൻ നായർ KB ഗണേഷ് കുമാറിനെ ഇത്തരത്തിൽ കടന്നാക്രമിച്ചത്. സ്വന്തം തന്തയെപ്പോലും വകവയ്ക്കാതെ, സ്വന്തം തന്തയ്ക്കെതിരെ പോലും വിമർശനങ്ങൾ ഉന്നയിച്ച്, സ്വന്തം തന്തയെ പരസ്യമായി പൊതുജനമധ്യത്തിൽ ആക്ഷേപിച്ച ഒരാൾക്ക് അന്യനായ ഒരാളെ ആക്ഷേപിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഞാൻ NSSൽ വന്നിട്ട് 63 വർഷക്കാലമായി. എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് കേസ് കൊടുക്കാം, നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാം. അല്ലാതെ വഴിയിൽ കണ്ട ആളുകളോടെല്ലാം കണ്ട രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഭൂഷണമല്ല എന്നാണ് സുകുമാരൻ നായർ വളരെ കരുതലോടുകൂടി KB ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചത്. സ്വന്തം അച്ഛനെ തന്നെ തല്ലിയ ആളാണ് KB ഗണേഷ് കുമാർ എന്ന തരത്തിലാണ് സുകുമാരൻ നായർ സംസാരിച്ചത്. ഇതിൽ നിന്നും ഗണേഷ് കുമാറിന്റെ സദാചാര വിശുദ്ധിയും അല്ലെങ്കിൽ ബന്ധങ്ങളോട് ഗണേഷ് കുമാർ കാണിക്കുന്ന ആ ഒരു ഇഴയെടുപ്പവും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. സ്വന്തം അച്ഛനോട് പോലും യാതൊരു തരത്തിലും പ്രതിബദ്ധത കാണിക്കാത്തൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിലും അധികാരത്തിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് കൂട്ടിക്കൊടുപ്പും നടത്തുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് KB ഗണേഷ് കുമാറിനെ സുകുമാരൻ നായർ വിസ്തരിച്ചത്. എനിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം. ഞാൻ 63 വർഷക്കാലമായി NSSൽ പ്രവർത്തിക്കുന്നു. വഴിവിട്ട് യാതൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. യാതൊരു നിയമനങ്ങളും വഴിവിട്ട രീതിയിൽ നടത്തിയിട്ടില്ല. എല്ലാം ചട്ടപ്പടി തന്നെയായിരുന്നു. ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. KB ഗണേഷ് കുമാറിനെ ആഞ്ഞടിച്ചുകൊണ്ട് സുകുമാരൻ നായർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആണല്ലോ, സമ്മതിച്ചു. NSSൽ ജനാധിപത്യം ഇല്ല എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആരോപണം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങയുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ല? അങ്ങനെ തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ല ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ? അത് ഞാൻ പറയുന്നില്ല. അത് ബന്ധുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവര് ഇതിനെല്ലാത്തിനും സമാധാനമുണ്ട്. ഇപ്പൊ കുറെ കൂട്ടര് NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. ചേർന്ന് അതിന്റെ ഭാഗം സംഘടിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാം ആണല്ലോ അവിടെ മീറ്റിങ്ങിന് പങ്കെടുത്തത്. പങ്കെടുക്കാൻ നോട്ടീസ് ഉണ്ടോ? അങ്ങേക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട്. ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിട്ട് ആർക്കാ അവിടെ നിഷേധിച്ചിരിക്കുന്നത്? സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തില്ലേ? വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചന നടത്താണ് പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എൻ്റെ കടമയാണ്.
കെ പി ഗണേഷ് കുമാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? ഇവിടുന്ന് പത്തനാപുരത്തെ വിഷയങ്ങളും കൂടി ഒഴിവാക്കിയിട്ടുള്ള വൈരാഗ്യമാണോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവർ നോക്കട്ടെ. അതിനൊക്കെ ആക്ഷേപം അയക്കുന്നുണ്ടെങ്കിൽ അയക്കും, കോടതി പോകാമല്ലോ. എന്താ കോടതിയിലൊന്നും പോകുന്നില്ല, എന്താ പറ്റാത്ത? ആര്? നിങ്ങൾ പലരും അവിടെ പോയി ആഹാരം കഴിക്കാറില്ലേ? എനിക്ക് മറുപടി അതേ ഉള്ളൂ. എന്തുകൊണ്ടാ? നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്ന, ന്യായമായ തൃപ്തികരമായ കൊടുക്കുന്ന ഒരു സ്ഥാപനം, അത് കേരളം മുഴുവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒക്കുമെങ്കിൽ ഞാനത് കേരളത്തിൽ ഇനിയും കൂടുതൽ പത്മ കഫേകൾ ഉണ്ടാകാൻ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ആർക്കും ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഗണേഷ് കുമാർ അടക്കമുള്ള പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കുടുംബത്തിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് വീണ്ടും വീണ്ടും ജോലി കൊടുക്കുന്നുള്ളതാണ്. 43 പേരുടെ അല്ല, അതിനൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവനുള്ളതാണ് എൻ്റെ കുടുംബം. ഒരു നായർ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം കേരളം മുഴുവനുള്ളതാണ്. എങ്ങനെ വേണേൽ നിങ്ങൾ നിശ്ചയിച്ചോളൂ. ഞാൻ അനധികൃതമായിട്ട് ഒരു മനുഷ്യർക്കും ഞാൻ നിയമനം കൊടുത്തിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ചല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആര്? എനിക്കറിഞ്ഞൂടെ, എനിക്കൊരറിവില്ല. അധിക്ഷേപത്തിലേക്ക് കൂടി കാര്യങ്ങൾ വന്നിരിക്കുന്നത്. താങ്കൾ ഇവിടെ വരുമ്പോൾ, ആളുകൾ വരുമ്പോൾ മുഖത്ത് നോക്കുന്നില്ല എന്നതടക്കമുള്ള ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെന്നാ ഈയൊക്കെ തോന്നിയത്? ഇപ്പോൾ വർഷത്തിലായി. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലേ? അപ്പൊ അത് തന്നെയാണ് കാരണം. സ്ഥാനമാനങ്ങൾ പോയതുകൊണ്ട് പറയുന്നതാണെന്നാണ്. അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അയക്കിപ്പോൾ എന്തെല്ലാം സ്ഥാനമുണ്ടെന്നും മാനമുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഞാനായിട്ടത് പറയുന്നില്ല. ചോദ്യം ചെയ്താണ് തന്നെ അത് പുറത്താക്കാൻ കാരണം. അത് നല്ല നിലപാടാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു നിലപാടാണ്. അത് ഞങ്ങൾ തുടരുക തന്നെ. എവിടെ ചോദ്യം ചെയ്തു? ഇതിനകത്തൊന്നും കയറി ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെ വെച്ച് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളിലും അനുകൂല നിലപാട് പുള്ളിയെ സംരക്ഷിച്ചിട്ടുണ്ട് മുമ്പ് പല തവണയും. അപ്പോൾ അദ്ദേഹം കാണിച്ചത് ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ അയക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പോരെ? ഞാൻ ഒരു ദ്രോഹവും അയക്ക് ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പിന്നെന്താ? ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ്? ശരിക്കും ഗണേഷ് കുമാർ അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതൊക്കെ നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റാണെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. എന്തിനാ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? വൈകിട്ട് 7 മണിക്കാണ് യൂണിയൻ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. രാത്രിയിലാണെങ്കിൽ പിരിച്ചുവിടും. അതിനെന്താ സംശയം? ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നാൽ നിയമപരമായി തന്നെ പിരിച്ചുവിടും. അത് രാത്രിയിലാണെങ്കിലും പിരിച്ചുവിടും. എപ്പോഴാ അവസ്ഥ ഉണ്ടാകുന്നു ഉടനെ തന്നെ ആ താലൂക്ക് യൂണിയൻ്റെ ഭരണസ്തംഭനത്തിനിട വരാതിരിക്കാൻ രാത്രി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവസരം കിട്ടുമ്പോഴെല്ലാം ഇപ്പോൾ വിമർശനമാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. ആ പുള്ളി പറയുന്ന എന്താണെന്നും പ്രവർത്തിക്കുന്ന എന്താണെന്നും ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങയുടെ ചെയ്തികളെ പറ്റി വിമർശിക്കാൻ? ചുമ്മാ പറയുന്നതല്ലല്ലോ, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതെല്ലാം. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. ഞാനതിനെപ്പറ്റി അയാളുടെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യം NSSനെ സംബന്ധിച്ച് ചോദിച്ചത് കൊണ്ട് ഞാൻ അതിനെ മറുപടി പറഞ്ഞെന്നുള്ളൂ. അതാണല്ലോ, ഞാനല്ലേ ജനറൽ സെക്രട്ടറി. ഈ എക്സിക്യൂട്ടീവ് അധികാരി എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതൊരു വ്യക്തിപരമല്ല, ഒരു സ്ഥാനത്തെയാണ് വിമർശിക്കുന്നതെന്ന് പറയാം. എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ വ്യക്തിപരമാണോ അല്ലയോ എന്നുള്ളത്. ഇനി പറയുന്നതൊക്കെ എന്തോന്നാണ്? ജനറൽ സെക്രട്ടറി എന്ന പറയുന്ന ആളിൻ്റെയാണോ പറയുന്നത്? അല്ലല്ലോ. NSS പിടിക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നുണ്ടോ? അത് ഒരുപാട് തുടങ്ങിയതാണ്. 112 വർഷമായി. അദ്ദേഹം ഇരിക്കുമ്പോൾ മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. എനിക്കത് കണ്ട അനുഭവമുണ്ട്. പിടിച്ചവനൊന്നും ഇന്ന് ഇല്ലാതായിട്ടുള്ളൂ.
വൈക്കത്തുനിന്ന് NSSലേക്ക് ഒരു ജാഥയൊക്കെ നടത്താൻ ആഹ്വാനമൊക്കെ ചെയ്തു. അത് ചെയ്യട്ടെ. നടത്തിയ ജാഥ ഓരോരുത്തർക്കും എത്ര പേരുണ്ടെന്ന് നമ്മൾ കണ്ടില്ലേ. ദില്ലിയിൽ ബാറ്റാ സമരം പോലെ സമരം എങ്ങനെ വേണേൽ നടത്തിക്കോട്ടെ. അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് നായർ സർവീസ് സൊസൈറ്റിക്ക് NSS സഹിക്കുന്ന നായന്മാർക്കും ഉണ്ട്. അതിന് സംശയമൊന്നുമില്ല. ആരെ തിർക്കണ്ണികളെന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? അനധികൃതമായിട്ട് ഒരു മരത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെയല്ലല്ലോ. ഞാൻ അനധികൃതമായ ഒന്നും വന്നതല്ലല്ലോ. ഇവിടെ അനധികൃതമായല്ലോ. ഇത്തവണ നടന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആരെങ്കിലും ഉണ്ടായിരുന്നോ എതിർക്കാൻ? അവിടെ ഹാജരായിരുന്ന ആളുകൾക്ക് അവരോട് ഞാൻ പരസ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ NSSൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ പരാതി ഉണ്ടെങ്കിൽ ഈ വേദിയിൽ വെച്ച് ചോദിച്ചാൽ എനിക്കൊരു എതിർപ്പുമില്ല. അത് വ്യക്തിപരമാകട്ടെ, അത് സംഘടനാപരമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ. ചട്ടമ്പിസ്വാമികളെയൊക്കെ അംഗീകരിക്കാത്ത ആളാണ് NSSന്റെ തലപ്പത്ത് എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് കയറി നോക്കിയാൽ അറിയാം. അതൊരു രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഒന്നുമില്ല. ഞങ്ങളിവിടെ സമ്മേളനമൊക്കെ വെക്കുമ്പോൾ ചട്ടമ്പി സ്വാമിയും അന്നത്തെ പത്മനാഭനെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? പന്തലിൽ വയ്ക്കാറുള്ള കണ്ടിട്ടല്ലേ? ഒന്ന് ഞങ്ങളുടെ സമുദായകാരൻ, മറ്റേത് നമ്മുടെ ആത്മീയ ആചാര്യൻ. അങ്ങനെ നമ്മൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളാരും ആരെയും. ഗണേഷ് കുമാർ പറയുന്നത് ചട്ടമ്പി സ്വാമി ഒരു ചട്ടമ്പിയായിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത്. അല്ല, അത് അയാളുടെ ഭാഷയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? ഞാനതൊന്നും പറയുന്നില്ല. എല്ലാ അധികാരങ്ങളും പോയപ്പോ ഞാൻ എനിക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റും ഇല്ല. ഞാൻ നിങ്ങൾ ചോദിച്ച മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അങ്ങേ പിതൃസ്ഥാനത്ത് കാണുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ഗണേശ് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങേ വിമർശിക്കുന്നത്? ഇപ്പൊ തോന്നി കാണും പിതൃവല്ലെന്ന്. പിതൃസ്ഥാനത്തല്ലാൻ തോന്നി കാണും. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നതല്ല. തന്നെ അനുകരിച്ച് അഭിനയിച്ച് കാണിക്കുക. അല്ല, അത് അയാളുടെ ഇതാണ്, സാമർഥ്യമാണ്. അതിലുള്ള സാമർഥ്യം. ഞാൻ കണ്ടില്ല. മുൻപ് സുരേഷ് ഗോപിയൊക്കെ പരിഹസിച്ചിരുന്ന ആളാണ് ഗണേഷ് കുമാർ. ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ കയറ്റാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതങ്ങനെ സമയം മാറി പലതും പറയും പലരും. ഞാൻ എന്തെങ്കിലും നിങ്ങൾ ഇത്രയും നാളായല്ലോ എന്നെ കാണുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് സമയം മാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അതിന് വിരുദ്ധമായിട്ടൊരു നിലപാടെടുക്കുകയോ സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്ഷമ പറയാ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ വളരെ ആലോചിച്ച് കണ്ടേ പറയത്തുള്ളൂ. അതൊന്നും തിരിച്ച് വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനത് പറയുന്നില്ല. അയാളെ പറ്റി അതൊന്നും പറയുന്നില്ല. അങ്ങനെ